ഹായ് ഓൾ, വെൽക്കം ടു വൺസ് കോച്ചിങ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എഞ്ചിനീയറിംഗ് എത്തിക്സ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന സബ്ജക്റ്റിലെ മൊഡ്യൂൾ 2-ലെ ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യന് വരാൻ സാധ്യതയുള്ള മൊഡ്യൂൾ 2-ൽ നിന്നും വരാൻ സാധ്യതയുള്ള ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നോക്കാം. മൊഡ്യൂൾ 2-ന്റെ ജസ്റ്റ് സിലബസ് ആദ്യം ഒന്ന് നമുക്ക് നോക്കാം. ഇൻട്രൊഡക്ഷൻ ടു എൻവയോൺമെന്റൽ എത്തിക്സ്. എന്താണ് എൻവയോൺമെന്റൽ എത്തിക്സ്? അതായത് നമ്മൾ ആസ് ആൻ എഞ്ചിനീയർ നമ്മൾ എന്തൊക്കെ എത്തിക്സ് ആണ് നമ്മൾ എൻവയോൺമെന്റിലേക്ക് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യേണ്ടത്, എൻവയോൺമെന്റ് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. സോ ഡെഫിനിഷൻ, ഇമ്പോർട്ടൻസ്, ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ഓഫ് എൻവയോൺമെന്റൽ എത്തിക്സ്, കീ ഫിലോസഫിക്കൽ തിയറീസ്, അതായത് ആന്ത്രോപോസെൻട്രിസം, ബയോസെൻട്രിസം ആൻഡ് എക്കോസെൻട്രിസം, ഈ 3 തിയറിയെ കുറിച്ച് നമ്മൾ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. സസ്റ്റൈനബിൾ എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പിൾസ്, അതായത് ഡെഫിനിഷൻ ആൻഡ് സ്കോപ്പ്, ട്രിപ്പിൾ ബോട്ടം ലൈൻ, അതായത് എക്കണോമിക്, സോഷ്യൽ ആൻഡ് എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി, എക്കണോമിക് വൈസ്, സോഷ്യൽ വൈസ് ആൻഡ് എൻവയോൺമെന്റൽ വൈസ് സസ്റ്റൈനബിലിറ്റി. സോ വാട്ട് ഈസ് സസ്റ്റൈനബിലിറ്റി? സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളുടെ നാച്ചുറൽ റിസോഴ്സുകളെല്ലാം നമ്മൾ ഇപ്പോൾ ആവശ്യത്തിന് യൂസ് ചെയ്യുക വിത്തൗട്ട് കോംപ്രമൈസിങ് ദ ഫ്യൂച്ചർ ജനറേഷൻ. അതായത് ഫ്യൂച്ചർ ജനറേഷനെ കോംപ്രമൈസ് ചെയ്യാതെ നമുക്ക് ഇപ്പോൾ നാച്ചുറൽ റിസോഴ്സുകളൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു രീതിയാണ് സസ്റ്റൈനബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു സസ്റ്റൈനബിൾ ഫേസ് എന്ന് പറയാം. സോ അപ്പോൾ അത് എക്കണോമിക് ആയിട്ട് എങ്ങനെ നമുക്ക് സസ്റ്റൈനബിലിറ്റി കൊണ്ടുവരാം, സോഷ്യൽ ആൻഡ് എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി എങ്ങനെ കൊണ്ടുവരാം. ഇനി അടുത്തത് ലൈഫ് സൈക്കിൾ അനാലിസിസ്. എങ്ങനെയാണ് ലൈഫ് സൈക്കിൾ അനാലിസിസ്, LCA എങ്ങനെയാണ്, സസ്റ്റൈനബിലിറ്റി മെട്രിക്സ് എന്തൊക്കെയാണ്. അടുത്ത ടോപ്പിക് എക്കോസിസ്റ്റം ആൻഡ് ബയോഡൈവേഴ്സിറ്റി. എന്താണ് എക്കോസിസ്റ്റം, അതിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്കോസിസ്റ്റം, അതിന്റെ ഫങ്ഷൻസ്, ഇമ്പോർട്ടൻസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, അതും ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ഇറ്റ്സ് കൺസർവേഷൻ, ഹ്യൂമൻ ഇമ്പാക്ട് ഓൺ എക്കോസിസ്റ്റം ആൻഡ് ബയോഡൈവേഴ്സിറ്റി ലോസ്, ആൻഡ് ഓവർവ്യൂ ഓഫ് വേരിയസ് എക്കോസിസ്റ്റം ഇൻ കേരള ആൻഡ് ഇന്ത്യ. എന്തൊക്കെയാണ് കേരളത്തിലും ഇന്ത്യയിലും നിലവിലുള്ള വേരിയസ് എക്കോസിസ്റ്റംസ് ഏതൊക്കെയാണ്, ഇനി അതിന്റെ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണ്. ഇനി അടുത്ത ടോപ്പിക് ലാൻഡ്സ്കേപ്പ് ആൻഡ് അർബൻ എക്കോളജി, അതായത് പ്രിൻസിപ്പിൾസ് ഓഫ് ലാൻഡ്സ്കേപ്പ് എക്കോളജി, അർബനൈസേഷൻ ആൻഡ് എൻവയോൺമെന്റൽ, നഗരവൽക്കരണം കൊണ്ട് എന്തൊക്കെ ഇമ്പാക്ട്, അർബനൈസേഷൻ മീൻസ് നഗരവൽക്കരണം, എന്തൊക്കെ എൻവയോൺമെന്റ് എങ്ങനെയൊക്കെയാണ് അത് അഫക്ട് ചെയ്തത്. പിന്നെ സസ്റ്റൈനബിൾ അർബൻ പ്ലാനിങ്, എങ്ങനെയാണ് നമ്മൾ സസ്റ്റൈനബിൾ ആയിട്ട് നല്ല രീതിയിൽ ഒരു നഗരവൽക്കരണം കൊണ്ടുവരേണ്ടത്. പിന്നെ എങ്ങനെയാണ് ഒരു ഗ്രീൻ ഇൻഫ്രാസ്ട്രക്ചർ, ഗ്രീനറി കൊണ്ടുവരേണ്ടത്, ഒരു ഗ്രീൻ ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുവരേണ്ടത് എങ്ങനെയാണ്, അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പൊ സിലബസിനകത്ത് എൻവയോൺമെന്റ് എത്തിക്സ് വരുന്നുണ്ട്, സസ്റ്റൈനബിൾ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്, എക്കോസിസ്റ്റം ആൻഡ് ബയോഡൈവേഴ്സിറ്റി വരുന്നുണ്ട്, പിന്നെ ലാൻഡ്സ്കേപ്പ് ആൻഡ് അർബൻ എക്കോളജി വരുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ സിലബസിൽ വരുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആദ്യം ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ LCA, ലൈഫ് സൈക്കിൾ അസസ്മെന്റ്. എന്താണ് ലൈഫ് സൈക്കിൾ അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ? So life cycle assessment in a sustainable engineering is the method to evaluate the environmental impacts of a product or service throughout its entire life cycle from raw material extraction to disposal. അതായത് ലൈഫ് സൈക്കിൾ അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സാധനം, അതായത് റോ മെറ്റീരിയലിൽ നിന്നും ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി ആ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് ആ പ്രോഡക്റ്റ് ഡിസ്പോസ് ചെയ്യുന്നത് വരെ എന്തൊക്കെ, അത് എങ്ങനെയൊക്കെ അത് എൻവയോൺമെന്റിനെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ മാനുഫാക്ചറിങ്, റോ മെറ്റീരിയൽ തൊട്ട് അതിന്റെ ഡിസ്പോസൽ വരെ ആ പ്രോഡക്റ്റ് എങ്ങനെയാണ് അതിന്റെ നമ്മുടെ എൻവയോൺമെന്റിനെ അഫക്റ്റ് ചെയ്യുന്നത്, അത് എങ്ങനെയാണ് അതിന്റെ റോ മെറ്റീരിയൽ തൊട്ട് ഡിസ്പോസൽ വരെയുള്ള അതിന്റെ അസസ്മെന്റിനെയാണ് നമ്മൾ ലൈഫ് സൈക്കിൾ അസസ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഒരു പ്രോഡക്റ്റിന്റെ മാനുഫാക്ചറിങ് തൊട്ട് അതിന്റെ ഡിസ്പോസൽ വരെ ഉള്ള അസസ്മെന്റിനെ, അതിന്റെ ലൈഫ് സൈക്കിളിനെ അസസ് ചെയ്യുന്നതാണ് ലൈഫ് സൈക്കിൾ അസസ്മെന്റ് എന്ന് പറയുന്നത്. So it helps identifying areas where improvements can be made to minimize negative impact and promote more sustainable practice. അതായത് നമുക്ക് ഇപ്പം ഇതിങ്ങനെ അസസ് ചെയ്യുന്നതുകൊണ്ട് എന്താ അതിന്റെ പ്രയോജനം? നമുക്കറിയാം ഏത് സ്റ്റേജിലാണ് ചിലപ്പോൾ എനർജി കൺസപ്ഷൻ കൂടുതൽ, അല്ലെങ്കിൽ ഏത് സ്റ്റേജാണ് വെറുതെ മിസ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് ചിലയിടത്ത് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കിങ്ങനെ അസസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ LCA എന്ന് പറഞ്ഞാൽ ഒരു ഇവാലുവേഷൻ ആണ്. LCA മീൻസ് എ കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ ഓഫ് എൻവയോൺമെന്റൽ ആസ്പെക്ട്
പൊട്ടൻഷ്യൽ ഇമ്പാക്ട് അസോസിയേറ്റ് വിത്ത് ദ പ്രോഡക്റ്റ്. ആ പ്രോഡക്റ്റ് എന്തൊക്കെ എൻവയോൺമെന്റിൽ ഹസാർഡ് ഉണ്ടാക്കുന്നുണ്ട്, ആ പ്രോസസ്സ്, ഇത് നമ്മൾ റോ മെറ്റീരിയലിലോട്ട് ഡിസ്പോസൽ ആ പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിന്റെ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ അതിന്റെ പ്രോസസ്സിൽ എന്തൊക്കെ പ്രശ്നമുണ്ട്, ഇനി അതിന്റെ സർവീസ്, എന്തെങ്കിലും സർവീസ് ചെയ്യാനുള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ അതിന്റെ സർവീസിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ അത് എങ്ങനെയൊക്കെയാണ് നമ്മുടെ എൻവയോൺമെന്റ് ഇമ്പാക്ട് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് ഇതിലൂടെ മനസ്സിലാവും. സോ ഇറ്റ് കൺസിഡർ ഓൾ സ്റ്റേജസ്, എല്ലാ സ്റ്റേജ് ഫ്രം റോ മെറ്റീരിയൽ അക്വിസിഷൻ ടു എൻഡ് ഓഫ് ലൈഫ് മാനേജ്മെന്റ്. അതായത് ക്രാഡിൽ ടു ഗ്രേവ്, അതായത് അതിന്റെ തുടക്കം തൊട്ട് അവസാനം വരെയുള്ള എല്ലാ സ്റ്റേജുകളും എല്ലാ പ്രോസസ്സുകളും ആ പ്രോഡക്റ്റിനെ ഒക്കെ അസസ് ചെയ്യുന്ന രീതിയാണ് ലൈഫ് സൈക്കിൾ അസസ്മെന്റ് എന്ന് പറയുന്നത്. So the goal is to understand the overall environmental footprint and identify opportunities for improvement. അപ്പൊ നമുക്ക് എല്ലാ രീതിയിലും ഇത് അനലൈസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അസസ് ചെയ്യുന്നുണ്ട് എന്തൊക്കെ ഇംപ്രൂവ്മെന്റ്സ് ആണ് ഇതിനകത്ത് വരുത്തേണ്ടതെന്ന് നമുക്ക് ഇതിനകത്ത് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാം. ഓക്കെ, ഇനി അടുത്തത് ഇൻഫോം ഡിസൈൻ ഡിസിഷൻസ്. ഇതുകൊണ്ട് എന്തൊക്കെ നമുക്ക് പ്രയോജനം കിട്ടുന്നത്, നമുക്ക് ഡിസൈൻ ഡിസിഷൻസ് അല്ലെ, നമുക്ക് മാനുഫാക്ചറിങ്ങിലോ അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും പ്രോസസ്സിലോ അല്ലെങ്കിൽ മെറ്റീരിയൽസിൽ ചൂസ് ചെയ്യുന്ന കാര്യത്തിലോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, മാറ്റം വരുത്താം. ഇപ്പം എന്തെങ്കിലും പ്രശ്നമാണ്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയ പ്രൊഡക്റ്റിൽ ഇന്ന പ്രശ്നങ്ങളാണെങ്കിൽ നമുക്ക് റീഡിസൈൻ ചെയ്യാം. അടുത്തത് റിഡ്യൂസ് എൻവയോൺമെന്റൽ ഇമ്പാക്ട്. നമുക്ക് എന്ത് ചെയ്യാം, എൻവയോൺമെന്റൽ ഇമ്പാക്ട് കുറയ്ക്കാൻ പറ്റും. ഇപ്പം ആദ്യം നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കി അതിന് ഭയങ്കര നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നല്ല രീതിയിലുള്ള പ്രോഡക്റ്റ് അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമ്മളുടെ നെഗറ്റീവ് എഫക്റ്റുകൾ അല്ലെങ്കിൽ റിസോഴ്സുകൾ വളരെയധികം ഓവർ യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ മിസ്യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇതുമൂലം ഒത്തിരി പൊല്യൂഷൻ ഉണ്ടാകുന്നു. അപ്പം അതിനെയൊക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തത് പ്രൊമോട്ട് സർക്കുലർ എക്കോണമി. ഇവിടെ സർക്കുലർ എക്കോണമി നമ്മൾ തേർഡ് മൊഡ്യൂളിലുണ്ട് പഠിക്കാൻ. അതായത് 3R മെത്തേഡാ. അതായത് റീയൂസ്, റെഡ്യൂസ്, റീസൈക്കിൾ. ഇതാണ് 3R മെത്തേഡ്. റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ എന്നുള്ളതാണ് 3R. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ ഉപയോഗം കുറയ്ക്കുക. ഇപ്പൊ പ്ലാസ്റ്റിക് തന്നെ എടുക്കാം, പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിനൊക്കെ ഉപയോഗം കുറയ്ക്കുക. ഇനി അത് നമ്മൾ വാങ്ങിച്ചാൽ തന്നെ അത് റീയൂസ് ചെയ്ത് പല പ്രാവശ്യം നമ്മൾ യൂസ് ചെയ്യുക. ഇനി അവസാനം നമുക്ക് ഒട്ടും യൂസ് ചെയ്യാൻ പറ്റില്ല, എൻ്റെ ലൈഫ് കഴിഞ്ഞെങ്കിൽ ഇനി റീസൈക്കിൾ ചെയ്യാൻ കൊടുക്കുക. അപ്പൊ ഇതൊരു സർക്കുലർ എക്കോണമിയാണ്. അതായത് വീണ്ടും വീണ്ടും റീസൈക്കിൾ ചെയ്യുന്നു, അടുത്ത പ്രോഡക്റ്റ് വരുന്നു, അത് നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പൊ ഒരു സർക്കുലർ ആണ്. അപ്പൊ അത് നമ്മൾ പ്രൊമോട്ട് ചെയ്യുക. അല്ലാതെ നമ്മൾ എന്ത് സാധനം വാങ്ങിച്ചത് അപ്പം തന്നെ യൂസ് ആൻഡ് ത്രോ അല്ല, നമ്മൾ അതിനെ വീണ്ടും റീസൈക്കിൾ ചെയ്ത് പുതിയ പുതിയ മെറ്റീരിയൽസ് ആക്കി മാറ്റി വീണ്ടും ഉപയോഗിക്കുക. അപ്പൊ അതൊക്കെ നമുക്ക് വേസ്റ്റ് കുറയ്ക്കാനൊക്കെ വളരെയധികം ഹെൽപ്ഫുൾ ആണ്. ഇനി എൻഹാൻസ് സസ്റ്റൈനബിലിറ്റി പെർഫോമൻസ്. അതായത് നമ്മളിങ്ങനെ കറക്റ്റ് ആയിട്ട് നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക അല്ലെങ്കിൽ അസസ് ചെയ്തൊക്കെ ഉപയോഗിച്ചാൽ നമുക്ക് ഫ്യൂച്ചർ ജനറേഷനും ഇത് കുറേ റിസോഴ്സുകളൊക്കെ കൊടുക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ എന്ത് പറ്റും, ഫ്യൂച്ചർ ജനറേഷൻ യൂസ് ചെയ്യാൻ റിസോഴ്സുകൾ ഇല്ലാതാവും. ഇനി ഇതിന്റെ 5 സ്റ്റെപ്സ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ്സിൽ പറയുന്നുണ്ട്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, പ്രോഡക്റ്റ് ലൈഫ് സൈക്കിളിന്റെ റോ മെറ്റീരിയൽ എക്സ്ട്രാക്ഷൻ, റോ മെറ്റീരിയൽസ് അനലൈസ് ചെയ്യുക. ഏതൊക്കെ റോ മെറ്റീരിയൽസ് ആണ്, ഇപ്പൊ നമുക്ക് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ 3-4 തരത്തിലുള്ള റോ മെറ്റീരിയൽസ് അവൈലബിൾ ആണെങ്കിൽ ഏതായിരിക്കും കുറച്ചുകൂടെ നല്ല ആപ്റ്റ് ആയിട്ടുള്ളത്, ഏതാണ് നമ്മൾ യൂസ് ചെയ്താൽ കുറച്ചുകൂടെ ലൈഫ് കിട്ടുന്നത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുക. ഇനി മാനുഫാക്ചറിങ് ആൻഡ് പ്രോസസ്സിങ്, എങ്ങനെയൊക്കെ മാനുഫാക്ചർ ചെയ്യണം, ഏതൊക്കെ പ്രോസസ്സ് യൂസ് ചെയ്യണം. ട്രാൻസ്പോർട്ടേഷൻ, അതെങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഈ പ്രോഡക്റ്റ് ഇപ്പം എന്ത് ചെയ്യാം, മാനുഫാക്ചർ ചെയ്ത പ്രോഡക്റ്റ് ഏതൊക്കെ രീതിയിൽ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ഇനി യൂസേജ് ആൻഡ് റീറ്റെയിൽ, എങ്ങനെ അത് യൂസ് ചെയ്യാം, എങ്ങനെ അത് റീറ്റെയിൽ ആയിട്ട് നമുക്ക് സെല് ചെയ്യാം. പിന്നെ വേസ്റ്റ് ഡിസ്പോസൽ, അതിനകത്ത് വരുന്ന വേസ്റ്റ് എങ്ങനെ ഡിസ്പോസ് ചെയ്യാം. അപ്പൊ ഇതിന്റെ റോ മെറ്റീരിയലോട്ട് വേസ്റ്റ് ഡിസ്പോസലിലുള്ള കംപ്ലീറ്റ് കാര്യങ്ങളെ അനലൈസ് ചെയ്യുന്നതിനാണ് ലൈഫ് സൈക്കിൾ അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ക്വസ്റ്റ്യൻ നമ്പർ 2. എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് എൻവയോൺമെന്റൽ എത്തിക്സ്. എൻവയോൺമെന്റൽ എത്തിക്സിന് ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? മോറൽ ഫ്രെയിംവർക്ക് ഫോർ ഹ്യൂമൻ എൻവയോൺമെന്റ് interaction. Environment ethics provide moral compass of how humans should interact with the natural world. അതായത് നമുക്ക് ഇങ്ങനെ ഒരു എൻവയോൺമെന്റൽ എത്തിക്സ് അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് ഉണ്ടെങ്കിലാണ് നമുക്കറിയാൻ പറ്റുള്ളൂ എങ്ങനെയാണ് നമ്മൾ എൻവയോൺമെന്റിനെ ഇന്ററാക്ട് ചെയ്യേണ്ടത്, നമ്മൾ എന്തൊക്കെ ചെയ്താൽ എൻവയോൺമെന്റിന് പ്രശ്നം ഉണ്ടാവും, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ എൻവയോൺമെന്റ് ചെയ്യാതിരിക്കണം. നമുക്ക് പറയാം മരം വെട്ടരുത്, മരം വെട്ടിയാൽ നമുക്ക് പ്രകൃതിക്ക് ബുദ്ധിമുട്ടാണ്, അതുപോലെ തന്നെ കാട് വെട്ടി തളിക്കരുത്, പാടം നികത്തരുത്, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്കറിയില്ലേ, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എങ്ങനെ നമ്മൾ ഹ്യൂമൻസ് എൻവയോൺമെന്റ് ഇന്ററാക്ട് ചെയ്യണം എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ഈ ഒരു എൻവയോൺമെന്റൽ എത്തിക്സ്
ഹ്യൂമൻ എൻവയോൺമെന്റൽ ഇന്ററാക്ഷൻ എങ്ങനെയൊന്ന് ഉറപ്പുവരുത്താനാണ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത പോയിന്റ് എന്താണ്? പ്രൊട്ടക്ടിങ് ദ എൻവയോൺമെന്റ് ആൻഡ് റിസോഴ്സ്. നമ്മളുടെ എൻവയോൺമെന്റിനെ റിസോഴ്സിനെയും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യും? പ്രൊട്ടക്ഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സ്, നമുക്കുള്ള നാച്ചുറൽ ആയിട്ടുള്ള വാട്ടർ, എയർ, സോയിൽ ഇതുപോലുള്ള നാച്ചുറൽ റിസോഴ്സുകൾ പ്രൊട്ടക്ട് ചെയ്യുക. പിന്നെ ബയോഡൈവേഴ്സിറ്റി എന്താണ്, എക്കോസിസ്റ്റം എന്താണെന്നൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ബയോഡൈവേഴ്സിറ്റി, എക്കോസിസ്റ്റം ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാം. പൊല്യൂഷൻ ആകാതിരിക്കാനായിട്ട്, പൊല്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ എന്തൊക്കെ മെഷേഴ്സ് നമ്മൾ എടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് എൻവയോൺമെന്റ് എത്തിക്സ് യൂസ് ചെയ്യും. അടുത്തത് എൻഷുർ എ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ. നമ്മൾ കറക്റ്റ് ആയിട്ട് സസ്റ്റൈനബിൾ ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു ഫ്യൂച്ചർ ജനറേഷന് ഇതെല്ലാം ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്ത് പറ്റും, അവർക്ക് ഫ്യൂച്ചർ ജനറേഷൻ വരുമ്പോൾ അവർക്ക് ക്വാളിറ്റി ഉള്ള എയർ ഇല്ല, ഭയങ്കര കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടർ ഒക്കെ ആണെങ്കിൽ അവർക്ക് ഭയങ്കര ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാനും പല പല പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് നല്ലൊരു ഫ്യൂച്ചറിലേക്ക് നമുക്ക് എൻവയോൺമെന്റൽ എത്തിക്സ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഇനി അഡ്രസ്സിങ് എൻവയോൺമെന്റൽ പ്രോബ്ലംസ്, എന്തൊക്കെയാണ് നമ്മളുടെ പ്രോബ്ലംസ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ക്ലൈമറ്റ് ചേഞ്ച് ആണോ, പൊല്യൂഷൻ ആണോ, അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി, നമ്മളുടെ നമ്മുടെ ബയോഡൈവേഴ്സിറ്റിയുടെ വ്യവസ്ഥ എന്തെങ്കിലും ബാധിക്കുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് എന്താവശ്യമാണ്? ഈ എൻവയോൺമെന്റൽ എത്തിക്സ് ആവശ്യമാണ്. അടുത്തത് പ്രൊമോട്ടിങ് എക്കോളജിക്കൽ കോൺഷ്യസ്നെസ്. അതായത് എക്കോളജിക്കൽ കോൺഷ്യസ്നെസ്, റെക്കഗ്നൈസിങ് ഇന്റർ കണക്റ്റഡ്നെസ് ഓഫ് ഓൾ ലിവിങ് തിങ്സ് ആൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് മെയിൻറ്റെയിനിങ് എക്കോളജിക്കൽ ബാലൻസ്. ഒരു എക്കോളജിക്കൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും റെസ്പോൺസിബിൾ ആൻഡ് സസ്റ്റൈനബിൾ ആക്ഷൻ ടുവേർഡ്സ് എൻവയോൺമെന്റിൽ എന്തെങ്കിലും ആക്ഷൻ എടുക്കാനുണ്ടെങ്കിലൊക്കെ നമുക്കിത് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. അടുത്തത് ഗൈഡിങ് ഇൻഡിവിജ്വൽ ആൻഡ് കളക്റ്റീവ് ആക്ഷൻ. അപ്പോൾ നമുക്ക് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ കളക്റ്റീവ് ആക്ഷൻ എടുക്കാൻ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും കൂടെ ചേർന്നാൽ മാത്രമേ നമുക്ക് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കാൻ പറ്റൂ. ഒരാൾ മാത്രം വിചാരിച്ചാൽ സാധിക്കുന്ന കാര്യമല്ല. അടുത്തത് ഫോസ്റ്ററിങ് എ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി. ഓരോരുത്തരും എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഓരോരുത്തർക്കും ഇന്ന റെസ്പോൺസിബിലിറ്റി നമ്മുടെ എൻവയോൺമെന്റിനോട് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ എൻവയോൺമെന്റൽ എത്തിക്സ് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്? മോറൽ ഫ്രെയിംവർക്ക് ഫോർ ഹ്യൂമൻ എങ്ങനെയാണ് എൻവയോൺമെന്റായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ, എൻവയോൺമെന്റ് റിസോഴ്സിനെ എങ്ങനെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ, പിന്നെ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ കൊണ്ടുവരാനായിട്ട്, പിന്നെ എൻവയോൺമെന്റ് പ്രോബ്ലംസ് അഡ്രസ് ചെയ്യാനായിട്ട്, എക്കോളജിക്കൽ കോൺഷ്യസ്നെസ് കൊണ്ടുവരാനായിട്ട്, ഇൻഡിവിജ്വൽ ആൻഡ് കളക്റ്റീവ് ആക്ഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട്, പിന്നെ അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി, സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി കൊണ്ടുവരാനൊക്കെയാണ് നമ്മൾ എൻവയോൺമെന്റ് എത്തിക്സ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 3, എക്സ്പ്ലെയിൻ ആന്ത്രോപോസെൻട്രിസം. ഇത് കീ ഫിലോസഫിക്കൽ, ഇതിനകത്ത് നമുക്ക് 3 തിയറീസ് ആണ് പഠിക്കാനുള്ളത്. ആന്ത്രോപോസെൻട്രിസം, ബയോസെൻട്രിസം ആൻഡ് എക്കോസെൻട്രിസം. അതിനകത്ത് ആന്ത്രോപോസെൻട്രിസം എന്താണെന്നാണ്, മറ്റേത് രണ്ടും നിങ്ങൾ പഠിക്കണം. ഇതിപ്പോ ജസ്റ്റ് ഞാൻ ക്വസ്റ്റ്യനകത്ത് ഇട്ടുന്നേ ഉള്ളൂ. So this theory places human at the center of moral consideration, viewing the nature world as a valuable primary for its utility to humans. ഈ ഒരു തിയറി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ഹ്യൂമൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആള്. ഹ്യൂമൻസിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ എൻവയോൺമെന്റ് എന്നാണ്. അപ്പൊ ഹ്യൂമൻസിന് ഏത് രീതിയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. പക്ഷെ ഹ്യൂമൻസിനായിരിക്കും ഏറ്റവും പ്രയോറിറ്റി. അങ്ങനെയാണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. ഡിഫറെന്റ് ഫോംസ് ഓഫ് ആന്ത്രോപോസെൻട്രിസം എക്സിസ്റ്റ്, ഇൻക്ലൂഡിംഗ് സ്ട്രോങ്, വീക്ക് ആൻഡ് പെർസ്പെക്റ്റൽ. നമുക്ക് 3 രീതിയിൽ ആന്ത്രോപോസെൻട്രിസം ഉണ്ട്. സ്ട്രോങ്, വീക്ക് ആൻഡ് പെർസ്പെക്റ്റൽ ആന്ത്രോപോസെൻട്രിസം ഉണ്ട്. അത് ഹ്യൂമന്റെ നീഡ്സും ഇൻട്രസ്റ്റും അനുസരിച്ച് വേരി ചെയ്തുകൊണ്ടിരിക്കും. ഇനി ആന്ത്രോപോസെൻട്രിസം മീൻസ് ഹ്യൂമൻ സെൻട്രഡ്നെസ്. അതായത് ഹ്യൂമൻസിനായിരിക്കും അവിടെ പ്രയോറിറ്റി അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. So in environmental ethics, the term is described as an attitude, value and practice which focus only on human interest. അപ്പോൾ നമ്മുടെ ഹ്യൂമൻസിന്റെ ഇൻട്രസ്റ്റിനായിരിക്കും, അവരുടെ പൊസിഷനായിരിക്കും പ്രാധാന്യം കൊടുക്കുക. അല്ലാതെ ബാക്കി എന്തൊക്കെ നാച്ചുറൽ സ്പീഷീസ് ഉണ്ട്, അല്ലെങ്കിൽ നോൺ ഹ്യൂമൻ സ്പീഷീസ് ഉണ്ട്, അല്ലെങ്കിൽ ബാക്കി മറൈൻ സിസ്റ്റം ഉണ്ട്, അതിനൊന്നും ഇമ്പോർട്ടൻസ് ഇല്ല. ഹ്യൂമൻസിനായിരിക്കും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്. സോ ഇറ്റ് പ്ലേസസ് ഹ്യൂമൻ ബീങ്സ് അറ്റ് ദ സെന്റർ ഓഫ് യൂണിവേഴ്സ്. അപ്പം നമ്മുടെ സെന്റർ ഓഫ് യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻസ് ആണ്. അവർക്ക് എന്ത് വേണമെങ്കിലും, അവർക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും എൻവയോൺമെന്റ് എക്സ്പ്ലോയിറ്റ് ചെയ്യോ റിസോഴ്സ് ചൂഷണം ചെയ്യോ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നുള്ളതാണ് ഈ ആന്ത്രോപോസെൻട്രിസത്തിനകത്ത് പറയുന്നത്. സോ ആന്ത്രോപോസെൻട്രിസം ഹോൾഡ് ആൻഡ് ഇൻഡിപെൻഡന്റ് വാല്യൂ സോളി പ്രിഡോമിനറ്റ്ലി ഹ്യൂമൻ ഇൻട്രസ്റ്റ്. അപ്പം ഇൻഡിപെൻഡന്റ് ആയിട്ട് ഹ്യൂമൻ ഇൻട്രസ്റ്റിനെ മാത്രമേ അത് കൺസിഡർ ചെയ്യുന്നുള്ളൂ. So human being create all ethical codes and norms, so there are no moral or absolute rule other than what human beings have invented. അതായത് ഹ്യൂമൻസ് ഇൻവെന്റ് ചെയ്തതാണ് എല്ലാം, അതിനപ്പുറം വേറൊരു മോറൽ വാല്യൂസ് ഇല്ല എന്നാണ് ഈ ഒരു ആന്ത്രോപോസെൻട്രിസത്തിനകത്ത് പറയുന്നത്. സോ ഓൺലി ഹ്യൂമൻ ആർ ദ സോഴ്സ് ഓഫ് ഇൻട്രിൻസിക് വാല്യൂ. ഹ്യൂമൻസ് ആണ് എല്ലാ വാല്യൂസിന്റെയും സോഴ്സ്. ഈ ലോകത്തുള്ള എല്ലാ സാധനവും ഹ്യൂമൻസിന് വേണ്ടിയാണ് എന്നുമാണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്.
Thus, anthropocentrism is concerned only with human interest, including the desire, goal and value of non-human species, interrupts everything in the world in terms of human value. ബാക്കി ഒന്നിനും വാല്യൂസ് കൊടുക്കുന്നില്ല. ഇനി അതിന്റെ 3 ടൈപ്സ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 4, എക്സ്പ്ലെയിൻ ഹ്യൂമൻ മീഡിയേറ്റഡ് കോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസ്. എന്തൊക്കെയാണ് ബയോഡൈവേഴ്സിറ്റി ലോസിന് ഹ്യൂമൻസ് എന്തൊക്കെ എങ്ങനെയാണ് കാരണമാകുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഹ്യൂമൻസ് ബയോഡൈവേഴ്സിറ്റി ലോസിന് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. ലാൻഡ് യൂസ് ചേഞ്ച്, ഒന്നാമത്തത് ലാൻഡ് യൂസ് ചേഞ്ച് അല്ലെ. ഹ്യൂമൻസ് എന്ത് ചെയ്യുന്നുണ്ട്, നഗരവൽക്കരണം കൊണ്ടുവരുന്നു, പാടങ്ങൾ നികത്തി അവിടെ വീട് പണിയുന്നു അല്ലെ. നമ്മൾ അങ്ങനെയുള്ള ലാൻഡ് യൂസ് തന്നെ, അല്ലെങ്കിൽ വലിയ മലയൊക്കെ ഇടിച്ച് നിരത്തി പ്ലെയിൻ ലാൻഡ് ആക്കുന്നു. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുമ്പം അവിടെ ഉണ്ടായിരുന്ന സ്പീഷീസിന് പ്രശ്നം പറ്റുന്നു. അവരുടെ ഹാബിറ്റാറ്റ് അല്ലെങ്കിൽ ഫുഡ് സോഴ്സുകൾ, ഇപ്പം ഈ കാടൊക്കെ വെട്ടി തെളിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന നാച്ചുറൽ ഹാബിറ്റാറ്റ്, അവരുടെ ആവാസ വ്യവസ്ഥ മാറും. അവരവിടുത്തെ ഫുഡൊക്കെ ആയിരിക്കും കഴിക്കുന്നത്. അപ്പോൾ ആ ഫുഡിനുള്ള വ്യത്യാസം വരും. അവർ മൈഗ്രേറ്റ് ചെയ്ത് വേറെ സ്ഥലത്തേക്ക് പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അടുത്തത് പൊല്യൂഷൻ അല്ലെ. ഡിസ്പോസൽ, നമ്മൾ ഒരുപാട് പോപ്പുലേഷനൊക്കെ കൂടുമ്പോൾ പൊല്യൂഷനും കൂടും അല്ലെ. ഒരുപാട് പൊല്യൂഷൻ ഉണ്ടാവുന്നു. അതുപോലെ തന്നെ കെമിക്കൽ സബ്സ്റ്റൻസുകളൊക്കെ ഓവറായിട്ട് യൂസ് ചെയ്യുമ്പോൾ പൊല്യൂഷൻ ഉണ്ടാവുന്നു. ഇനി അടുത്തത് ഇൻട്രൊഡ്യൂസ്ഡ് സ്പീഷീസ്. ഈ ഹ്യൂമൻസ് ഇന്റൻഷനലി അല്ലെങ്കിൽ അൺഇൻറ്റൻഷനലിയോ ആ നേറ്റീവിലല്ലാത്ത വേറെ സ്ഥലത്തു നിന്നൊക്കെ ഓരോ മൃഗങ്ങളെയോ അല്ലെങ്കിൽ സ്പീഷീസിനെയൊക്കെ കൊണ്ടുവരുമ്പോൾ അവർക്ക് ഈ ആവാസ വ്യവസ്ഥയായിട്ട് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് എന്ത് പറ്റും, അവർക്ക് അവരുടെ ആവാസ വ്യവസ്ഥ മാറിപ്പോവും. അവർക്ക് ജീവിക്കാനായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇനി അടുത്തത് റിസോഴ്സ് എക്സ്പ്ലോയിറ്റേഷൻ. പല രീതിയിലും അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ റിസോഴ്സുകൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. കോള്, അതുപോലെ ഹണ്ടിങ്, ഫിഷിങ്, ഒരുപാട് ഹണ്ട് ചെയ്യുന്നു, ഫിഷ് ചെയ്യുന്നു. അങ്ങനെ ഫോറസ്റ്റുകളൊക്കെ ക്ലിയർ ചെയ്യുന്നു. അവിടെയുള്ള മരങ്ങൾ, വുഡിനൊക്കെ വേണ്ടി ആ മരങ്ങളൊക്കെ വിട്ട് നശിപ്പിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള എക്സ്പ്ലോയിറ്റേഷൻ ചെയ്യുന്നു. അടുത്തത് സ്പെസിഫിക് ഇമ്പാക്ട്സ് ഇൻക്ലൂഡ്. സ്പെസിഫിക് ആയിട്ട് എന്താ ചെയ്യുന്നത്, ഹാബിറ്റാറ്റ് ഡിസ്ട്രക്ഷൻ ആൻഡ് ഫ്രാഗ്മെന്റേഷൻ. ഈ ഹാബിറ്റാറ്റ് അവരിപ്പം ഫോറസ്റ്റ് ഒക്കെ വെട്ടി നിർത്തി അർബനൈസേഷൻ, നഗരവൽക്കരണം കൊണ്ടുവരുന്നു, കമ്പനികൾ കൊണ്ടുവരുമ്പം അവിടെ ഉണ്ടായിരുന്ന ആവാസ വ്യവസ്ഥയൊക്കെ മാറ്റിയിട്ടാണ് അവർ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ആ ലാൻഡ്സ്കേപ്പ്, ഇപ്പൊ വലിയ മലയായിരുന്നൊക്കെ ഇടിച്ചു നിരത്തിയാൽ ആ കുന്നും പിന്നെ താഴ്ചയാണ്. അപ്പം ആ ലാൻഡ് യൂസിന് തന്നെ ചേഞ്ച് ഉണ്ടാവുന്നു. അപ്പം ഫ്രാഗ്മെന്റേഷൻ, ഇപ്പം ഇങ്ങനെ ഒരു ഫുൾ ലാൻഡായിട്ട് കിടന്നതിനെ ഫ്രാഗ്മെന്റ് ചെയ്ത് പല പല ഭാഗമായിട്ട് മാറ്റുന്നു. അടുത്തത് പൊല്യൂഷൻ. നമ്മളുടെ ആക്ടിവിറ്റീസ് കാരണം അഗ്രികൾച്ചറിൽ കുറെ കെമിക്കൽസ് യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ എയർ, നമ്മൾ വണ്ടികൾ യൂസ് ചെയ്യുന്നു, കാർബൺ എമിറ്റ് ചെയ്യുന്ന കുറെ സാധനങ്ങൾ യൂസ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ പൊല്യൂഷൻ ഉണ്ടാവുന്നു. അടുത്തത് ക്ലൈമറ്റ് ചേഞ്ച്. ഫോസിൽ ഫ്യൂവൽസ് ആൻഡ് അതർ ഹ്യൂമൻ ആക്ടിവിറ്റീസ് റിലീസ് ഗ്രീൻ ഹൗസ് അല്ലെ. ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ നമ്മൾ വെഹിക്കിൾസ് യൂസ് ചെയ്യുമ്പോൾ കാർബൺ എമിറ്റ് ചെയ്യുന്നു, ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ ഉണ്ടാവുന്നു. ഗ്ലോബൽ വാർമിങ്, ആഗോളതാപനം ഉണ്ടാവുന്നു. അപ്പൊ നമ്മുടെ ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് കൂടുന്നു. ആ ടെമ്പറേച്ചർ കൂടുമ്പോൾ നമ്മുടെ വെതർ പാറ്റേൺ മാറുന്നു. ഐസൊക്കെ നമ്മുടെ ആഫ്രിക്കൻ റീജിയനിലൊക്കെ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഐസൊക്കെ മെൽറ്റായി താഴോട്ട് ഒഴുകി വരുമ്പോൾ നമ്മുടെ സീ ലെവല് ഭയങ്കരമായിട്ട് ക്രമാതീതമായിട്ട് കൂടുന്നു. കോസ്റ്റൽ ഏരിയയിലുള്ളവർക്കൊക്കെ ഫ്ലഡ് അനുഭവപ്പെടുന്നു. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇതുമൂലം ഉണ്ടാവുന്നു. ഇനി അടുത്തത് ഡിസീസ് അല്ലെ. പലതരത്തിലുള്ള ഇൻഫെക്ഷസ് ഡിസീസുകൾ നമ്മളുടെ വൈൽഡ് ലൈഫ് ഒക്കെ തകർത്ത് നമ്മൾ അങ്ങനെയുള്ള, അതുപോലെ ഈ ക്വാളിറ്റി ഇല്ലാത്ത എയർ ഒക്കെ ശ്വസിക്കുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള ഇൻഫെക്ഷസ് ഡിസീസുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അടുത്ത ജനറ്റിക് പൊല്യൂഷൻ. The release of genetically modified organism or hybridization of closely related species can lead to loss of genetic diversity. നമ്മുടെ ജനറ്റിക് ഡൈവേഴ്സിറ്റിയിൽ വ്യത്യാസം വരുന്നു, വിച്ച് ഇസ് ക്രൂഷ്യൽ ഫോർ സ്പീഷീസ് അഡാപ്റ്റബിലിറ്റി ആൻഡ് റിസൈലൻസ്. അപ്പൊ അത് കാരണം നമുക്ക് സ്പീഷീസ് അഡാപ്റ്റബിലിറ്റിയും റിസൈലൻസും ഒക്കെ ഉണ്ടാവും. അടുത്തത് എക്കോസിസ്റ്റം സിംപ്ലിഫിക്കേഷൻ. കൺവേർഷൻ ഓഫ് കോംപ്ലക്സ് ഡൈവേഴ്സ്, അതായത് ഇങ്ങനെ കോംപ്ലക്സ് ഡൈവേഴ്സ് ആയിട്ടുള്ള എക്കോസിസ്റ്റം ഒക്കെ ചെറിയ എക്കോസിസ്റ്റം ആയിട്ട് മാറുന്നു. അവരുടെ ആ ടെക്സ്ചർ അല്ലെങ്കിൽ അവരുടെ ആ ഒരു കോംപ്ലക്സിറ്റി അങ്ങ് നഷ്ടപ്പെടുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ എന്തുമൂലം ഉണ്ടാവുന്നത്, നമ്മളുടെ ഹ്യൂമൻസ് കാരണം ബയോഡൈവേഴ്സിറ്റിയിൽ ഉണ്ടാവുന്ന നഷ്ടങ്ങൾ. ഇനി അടുത്തത് എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. എന്തൊക്കെയാണ് ബയോഡൈവേഴ്സിറ്റിയുടെ ഇമ്പോർട്ടൻസ് എന്ന് നോക്കാം. ബയോഡൈവേഴ്സിറ്റി ആൻഡ് ഇറ്റ്സ് മെയിൻ്റനൻസ് ആർ ക്രൂഷ്യൽ ഫോർ സസ്റ്റെയിനിങ് ലൈഫ് ഓൺ എർത്ത്. നമ്മുടെ ലൈഫ് എർത്തിൽ ഉണ്ടാവണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ബയോഡൈവേഴ്സിറ്റി വളരെയധികം അത്യാവശ്യമാണ്. So several of the reasons explaining the significance of biodiversity are ecological stability. Each species play a specific function in ecosystem. നമ്മുടെ എക്കോസിസ്റ്റത്തിൽ നമുക്ക് എന്തുണ്ട്, പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ്, ഡീകമ്പോസേഴ്സ്, ഇതുണ്ട്. അപ്പൊ നമുക്ക് ഇതൊരു ഫ്ലോയിൽ ഇങ്ങനെ നടക്കുവാണ്. അപ്പൊ ഓരോ സ്പീഷീസും, പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ ഗ്രാസ്, അങ്ങനത്തെ ഉള്ള പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഗ്രാസോ അല്ലെങ്കിൽ ഇതുപോലുള്ള സാധനങ്ങളെ കൺസ്യൂം ചെയ്യുന്ന ആള്, ഡീകമ്പോസർ എന്ന് പറഞ്ഞാൽ ഈ കൺസ്യൂമേഴ്സ് ഒക്കെ
ചത്തൊടുങ്ങുമ്പോഴൊക്കെ ഡീകമ്പോസ് ചെയ്ത് മണ്ണിൽ അലിയിപ്പിക്കുന്നു. ആ വേസ്റ്റ് വീണ്ടും ഈ പ്ലാന്റ്സിനൊക്കെ വളമായിട്ട് വരുന്നു. ഇങ്ങനെ ഒരു സൈക്കിളാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഓരോ സ്പീഷീസും ഒരു പ്രത്യേക ഫംഗ്ഷൻ ആ എക്കോസിസ്റ്റത്തിൽ ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ബയോഡൈവേഴ്സിറ്റി പ്രിസർവ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, ആ നമ്മളുടെ എക്കോസിസ്റ്റത്തെ കൺസർവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അപ്പം നമുക്ക് ഈ ഇവരില്ലാതെ, എക്കോസിസ്റ്റം ബയോഡൈവേഴ്സിറ്റി ഒന്നും ഇല്ലാതെ നമുക്ക് സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ ഡൈവേഴ്സ് എക്കോസിസ്റ്റം ഈസ് മോർ ഡെവലപ്ഡ് ആൻഡ് മോർ റെസിലന്റ് ടു എൻവയോൺമെന്റൽ സ്ട്രെസ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എൻവയോൺമെന്റൽ സ്ട്രെസ് കുറയ്ക്കാനായിട്ട് സാധിക്കും. നല്ലൊരു ബയോഡൈവേഴ്സിറ്റി, നല്ലൊരു എക്കോസിസ്റ്റം ഉണ്ടെങ്കിൽ നമുക്ക് സ്ട്രെസ് കുറയ്ക്കാനായിട്ട് സാധിക്കും, നമുക്ക് നല്ല രീതിയിൽ അവിടെ ജീവിക്കാനായിട്ട് സാധിക്കും. അടുത്തത് എക്കണോമിക് ഇമ്പോർട്ടൻസ്. ബയോഡൈവേഴ്സിറ്റി ഈസ് എ സ്റ്റോർ ഹൗസ് ഓഫ് മെനി തിങ്സ് ഫോർ മാനുഫാക്ചർ ഓഫ് ഫുഡ്, കോസ്മെറ്റിക് ഡെവലപ്മെന്റ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ്. നമ്മൾ ഈ ബയോഡൈവേഴ്സിറ്റിയിൽ നിന്നും നമുക്ക് ഫുഡ് കിട്ടുന്നുണ്ട്, കോസ്മെറ്റിക് ഡെവലപ്മെന്റ്, എന്തെങ്കിലും കോസ്മെറ്റിക് സാധനങ്ങൾ, ഇപ്പൊ റോസ്മേരി ഓയിൽ അങ്ങനെ പറഞ്ഞ കോസ്മെറ്റിക് സാധനങ്ങൾ, ഫാർമസ്യൂട്ടിക്കൽസ്, യൂക്കാലിപ്സ്, അങ്ങനെയുള്ള ഫാർമസ്യൂട്ടിക്കലി അപ്പൊ ആയുർവേദിക് പ്രോഡക്ട്സ് ഒക്കെ നമ്മളുടെ ഈ ഇതുപോലുള്ള ബയോഡൈവേഴ്സിറ്റിയിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. അടുത്തത് എത്തിക്കൽ ഇമ്പോർട്ടൻസ്. ഓൾ സ്പീഷീസ് ഹാവ് ദ റൈറ്റ് ടു എവരി സ്പീ. അതായത് നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ നമ്മളെപ്പോലെ തന്നെ അധികാരമുണ്ട് എല്ലാ സ്പീഷീസിനും. സോ അപ്പൊ അവർക്ക് അതിനുള്ള റൈറ്റ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇതിങ്ങനെ ചെയ്യുമ്പോൾ അവരെന്ത് പറ്റും, നമുക്ക് എന്തെങ്കിലും ഇതുപോലെയുള്ള പൊല്യൂഷനോ അല്ലെങ്കിൽ നമ്മൾ ഈ കാട് വെട്ടിത്തെളിക്കുകയോ അല്ലെങ്കിൽ ഇത് ലാൻഡ് യൂസ് ചേഞ്ച് വരുത്തുകയോ ചെയ്യുമ്പം അവരെന്ത് ചെയ്യും, ഈ ഇവിടെ ഉണ്ടായിരുന്ന ജീവികളൊക്കെ വേറെ സ്ഥലത്തേക്ക് മാറുകയും വംശനാശം സംഭവിക്കാൻ വരെ സാധ്യതയുണ്ട്. ഇനി അടുത്തത് ഹൗ വി ക്യാൻ കൺസേർവ് ബയോഡൈവേഴ്സിറ്റി. എങ്ങനെ നമുക്ക് ബയോഡൈവേഴ്സിറ്റിയെ കൺസേർവ് ചെയ്യാം. സോ കീപ് ഫോറസ്റ്റ്, വെറ്റ്ലാൻഡ് ആൻഡ് ഓഷൻ സേഫ് ഫ്രം ഡിസ്ട്രക്ഷൻ. വെറ്റ്ലാൻഡ്, തണ്ണീർത്തടങ്ങൾ, ഓഷൻസ്, അതുപോലെ ഫോറസ്റ്റിനെയൊക്കെ സേഫ് ആക്കി വെക്കുക. കട്ട് ഡൗൺ പൊല്യൂഷൻ ഇൻ ദ എയർ, വാട്ടർ ആൻഡ് സോയിൽ ടു പ്രൊട്ടക്ട് വൈൽഡ് ലൈഫ്. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ ഒക്കെ കുറയ്ക്കുക. ഗ്രോ ഫുഡ് ഇൻ വേസ് ദാറ്റ് ഡോണ്ട് ഹാം ദ എൻവയോൺമെന്റ് ഓർ വൈൽഡ് ലൈഫ്. അതായത് വൈൽഡ് ലൈഫിനെ എൻവയോൺമെന്റിനെ ഹാം ചെയ്യുന്ന എന്ത് ചെയ്യാം, ഫുഡുകൾ അല്ലെങ്കിൽ അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. ഇനി അടുത്തത് ട്രീസ് ഹെൽപ്പ് മെയിൻറ്റെയിൻ എക്കോസിസ്റ്റം ആൻഡ് പ്രൊവൈഡ് ഹോം ഫോർ അനിമൽസ്. ട്രീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്കോസിസ്റ്റത്തിന്റെ ഒരു മെയിൻ പാർട്ടാണ്, അല്ലെങ്കിൽ അനിമൽസിന്റെ ഒരു ഹോം എന്ന് വേണമെങ്കിൽ നമുക്ക് ട്രീസിനെ പറയാം. ഇനി ഫോളോ ആൻഡ് സപ്പോർട്ട് ലോസ് ദാറ്റ് പ്രൊട്ടക്ട് എൻഡേഞ്ചേർഡ് സ്പീഷീസ്. അതായത് ഈ വംശനാശം സംഭവിക്കാൻ പോകുന്ന സ്പീഷീസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നിയമങ്ങൾ കൊണ്ടുവരിക. ടീച്ച് അതർ അബൌട്ട് ദി ഇമ്പോർട്ടൻസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ. മറ്റുള്ളവർ നമ്മൾ അതിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞ് മനസ്സിലാക്കുക. ഇത് പ്രിസർവ് ചെയ്യണം, ഇതിന് ഇത്രയൊക്കെ അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. ലിമിറ്റ് വേസ്റ്റ് ആൻഡ് യൂസ് റിസോഴ്സ് മോർ റെസ്പോൺസിബിൾ ടു റിഡ്യൂസ് എൻവയോൺമെന്റൽ ഫുട് പ്രിന്റ്. അതായത് വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ വളരെ കുറച്ച് യൂസ് ചെയ്യാം, പിന്നെന്ത് ചെയ്യുക, റിഡ്യൂസ് ചെയ്യുക, എൻവയോൺമെന്റൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ റിഡ്യൂസ് ചെയ്യാം. അടുത്ത ഇനി എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ഇതിനകത്ത് വരാൻ സാധ്യതയുള്ള എസ്സേ ക്വസ്റ്റ്യൻസ്. സോ ഫസ്റ്റ് വൺ, ലിസ്റ്റ് ഔട്ട് ദ എക്സാമ്പിൾസ് ഓഫ് എക്കോസിസ്റ്റം. എക്കോസിസ്റ്റത്തിന്റെ എക്സാമ്പിൾസ്. കേരളത്തിലുള്ള എക്കോസിസ്റ്റത്തിന്റെ എക്സാമ്പിൾസ് ആണ് പറഞ്ഞേക്കുന്നത്. ഏതാണ്? നമ്മളുടെ വെറ്റ്ലാൻഡ്സ്. ഏതൊക്കെയാണ്? വെറ്റ്ലാൻഡുകൾ, തണ്ണീർത്തടങ്ങൾ ഏതൊക്കെയാണ്? നമ്മളുടെ കേരളാസ് വെറ്റ്ലാൻഡ്, വേമ്പനാട് ലേക്ക്, അഷ്ടമുടി ലേക്ക്, കുട്ടനാട്, കോഡ് വെറ്റ്ലാൻഡ് ആർ ക്രൂഷ്യൽ ഫോർ ഇമ്പോർട്ടൻസ് ഓഫ് എക്കോസിസ്റ്റം സർവീസ്. ഇതൊക്കെ എക്കോസിസ്റ്റം. ഫ്രഷ് വാട്ടർ ലേക്കാണ് ശാസ്താംകോട്ട ലേക്ക്, അല്ലാതെ ബാക്ക് വാട്ടർ ആണ് വേമ്പനാട്, അഷ്ടമുടി, കുട്ടനാട് എന്നൊക്കെ പറഞ്ഞാൽ. ഇനി ദ ഏരിയാസ് ആർ ഹോം ടു വേരിയസ് അക്വാട്ടിക് സ്പീഷീസ്. ഇവിടെ നമുക്ക് ഒരുപാട് അക്വാട്ടിക് സ്പീഷീസിനെ കിട്ടുന്നു. പിന്നെ അതുപോലെ തന്നെ ഇതുപോലുള്ള വാട്ടർ സോഴ്സുകൾ ഉള്ളതുകൊണ്ട് ഫ്ലഡിനെ കൺട്രോൾ ചെയ്യുന്നു, വാട്ടർ പ്യൂരിഫൈ ചെയ്യാൻ സഹായിക്കുന്നു. അടുത്തത് ഫോറസ്റ്റ്. ഫോറസ്റ്റ് ഏതൊക്കെയാണ്? നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സ് റെയിൻ ഫോറസ്റ്റ് ആർ മേജർ ഫീച്ചർ ഓഫ് കേരളാസ് ലാൻഡ്സ്കേപ്പ് ഡൈവേഴ്സ് എക്കോസിസ്റ്റം ലൈക്ക് എവർഗ്രീൻ ആൻഡ് സെമി എവർഗ്രീൻ ഫോറസ്റ്റ്. അതായത് എവർഗ്രീൻ ആൻഡ് സെമി എവർഗ്രീൻ ഫോറസ്റ്റുകൾ. അതുപോലെ തന്നെ പ്രൊട്ടക്റ്റഡ് ഏരിയയിലേക്ക് പെരിയാർ, പറമ്പിക്കുളം വൈൽഡ് ലൈഫ്, വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് സേഫ് ഗാർഡ് വൈഡ് റേഞ്ച് ഓഫ് ഫോള ആൻഡ് ഫോണ. അതായത് വയനാട്, പറമ്പിക്കുളം, പെരിയാറിലൊക്കെ ആ ഒരു തനത് കാര്യങ്ങളാണ് അവരിപ്പോഴും ഫോളോ ചെയ്ത് വരുന്നത്. അപ്പം ആ ലാൻഡ്സ്കേപ്പ്, ഫോറസ്റ്റ് ഒക്കെ വളരെയധികം എക്കോസിസ്റ്റത്തിന് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ഗ്രാസ് ലാൻഡ്. ഗ്രാസ് ലാൻഡ് എക്സാമ്പിൾ ആണ് ഇരവികുളം നാഷണൽ പാർക്ക് ആൻഡ് സൈലന്റ് വാലി. ഏതൊക്കെയാണ്? ഇരവികുളം ആൻഡ് സൈലന്റ് വാലി. ഫീച്ചേഴ്സ് ദ ഗ്രാസ് ലാൻഡ് ഇൻക്ലൂഡിംഗ് യുണീക് ഷോള ഗ്രാസ് ലാൻഡ് ഇൻ മൂന്നാർ. ദീസ് ഏരിയ സപ്പോർട്ട് സ്പെഷ്യലൈസ്ഡ് പ്ലാന്റ് ആൻഡ് അനിമൽ കമ്മ്യൂണിറ്റി അഡാപ്റ്റഡ് ടു സ്പെസിഫിക്. ഇപ്പം ഇരവികുളം നാഷണൽ പാർക്കിലാണെങ്കിൽ വരയാടുകൾ കാണുന്നത്, സൈലന്റ് വാലിയിലാണെങ്കിൽ സിംഹവാലൻ കുരങ്ങുകൾ കാണുന്നത്. അപ്പോൾ ഓരോ സ്പെസിഫിക് കമ്മ്യൂണിറ്റി ഓഫ് പ്ലാന്റ്സും അനിമൽസും ഒക്കെ അവിടെ ആ സ്പെസിഫിക് കണ്ടീഷനിലാണ് താമസിക്കുന്നത്.
അടുത്തത് ബാക്ക് വാട്ടേഴ്സ്. കേരളാസ് ഫേമസ് ബാക്ക് വാട്ടേഴ്സ് ദോസ് ഇൻ ആലപ്പി, കുമരകം, കൊല്ലം are the unique ecosystem formed by the interaction of fresh water, rivers and sea. അപ്പൊ ഫ്രഷ് വാട്ടർ ഇതിന്റെയും സീയുടെയും ഒക്കെ ഒരു ഇന്ററാക്ഷൻ കൊണ്ട് നമുക്ക് ബാക്ക് വാട്ടേഴ്സ് ഉണ്ട്, ലഗൂൺസ്, കനാൽസ്, മാൻഗ്രൂവ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ കണ്ടൽ കാടുകൾ. ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. എന്തിനു വേണ്ടിയിട്ട്? നമ്മളുടെ എക്കോസിസ്റ്റം പ്രിസർവ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്ന എന്തൊക്കെയാണ്? ടൂറിസം, ഫിഷിങ്ങിനൊക്കെ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഒരു എക്കണോമിക് ഡെവലപ്മെന്റ് കൊണ്ടുവരുന്നുണ്ട്. എക്കണോമിക് ഡെവലപ്മെന്റ്. അടുത്തത് മറൈൻ എക്കോസിസ്റ്റം. ദ അറേബ്യൻ സീ കോസ്റ്റ് ലൈൻ, ദ കോറൽ റിലീഫ് ഓഫ് ലക്ഷദ്വീപ് അല്ലെ. മറൈൻ എക്കോസിസ്റ്റം ഏതാണ്? അറേബ്യൻ സീ, അതുപോലെ തന്നെ കോറൽ റീഫ് ഓഫ് ലക്ഷദ്വീപില്, അതായത് ലക്ഷദ്വീപ് അതിന്റെ ആദ്യ അഡ്മിനിസ്ട്രേഷൻ കേരളത്തിലാണ്. റെപ്രസെന്റ് കേരളാസ് മറൈൻ എക്കോസിസ്റ്റം. ദോസ് ആർ ദ ഹോം ടു വെറൈറ്റി ഓഫ് മറൈൻ ലൈഫ് ഇൻക്ലൂഡിംഗ് ഫിഷ്, ക്രസ്റ്റേൻസ് ആൻഡ് കോറൽ റീഫ്. അതായത് നമ്മളുടെ മറൈൻ ലൈഫിന് ഒരുപാട് ഫിഷ്, ലക്ഷദ്വീപിലൊക്കെ ഏറ്റവും കൂടുതൽ ഫിഷാണ്, അതുപോലെ കോറൽ പവിഴപ്പുറ്റുകളൊക്കെയാണ് കൂടുതലായിട്ടും കാണുന്നത്. അപ്പൊ ഏതൊക്കെയാണ്? ബാക്ക് വാട്ടർ ഉണ്ട്, മറൈൻ എക്കോസിസ്റ്റം ഉണ്ട്. അടുത്തത് റിവറൈൻ എക്കോസിസ്റ്റം. നമുക്ക് മേജർ ആയിട്ടുള്ള റിവേഴ്സ് ഉണ്ട്. പെരിയാർ, ഭാരതപ്പുഴ, പമ്പ, ഇതൊക്കെയാണ് നമ്മളുടെ കേരളത്തിലെ ലാൻഡ്സ്കേപ്പിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള റിവേഴ്സ്. ദീസ് റിവേഴ്സ് ആർ ക്രൂഷ്യൽ ഫോർ അഗ്രികൾച്ചർ, ഫിഷറീസ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ. നമ്മൾ ഈ റിവേഴ്സിന്റെ വെള്ളമാണ് അഗ്രികൾച്ചറിന്, ഫിഷറീസിന് വേണ്ടി, ട്രാൻസ്പോർട്ടേഷൻ, ഷിപ്പിന് അല്ലെ, ബോട്ട് സർവീസിനൊക്കെ കൂടുതലായിട്ടും ഇത് യൂസ് ചെയ്യുന്നു. ബോട്ട് സർവീസ് ഒക്കെ ആകുമ്പോൾ നമുക്ക് വളരെ കോസ്റ്റ് കുറച്ചുകൊണ്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കും. അടുത്തത് മാൻഗ്രൂവ്സ്. മാൻഗ്രൂവ്സ് ഏതാണ്? കണ്ടൽ കാടുകൾ. കേരളാസ് മാൻഗ്രൂവ്സ് സച്ച് ആസ് ദോസ് ഇൻ പുതുവൈപ്പിൻ, കണ്ണൂര്, വളപട്ടണം ആർ വൈറ്റൽ കോസ്റ്റൽ എക്കോസിസ്റ്റം. ദേ പ്രൊട്ടക്ട് കോസ്റ്റ് ലൈൻ ആക്ട് നെസസറി ഫോർ മറൈൻ ലൈഫ് ആൻഡ് സപ്പോർട്ട് ബയോഡൈവേഴ്സിറ്റി. അപ്പൊ ഇത് നമ്മളുടെ മറൈൻ ലൈഫിനെയും ബയോഡൈവേഴ്സിറ്റിയും ഒക്കെ കൺസർവ് ചെയ്യും. നമുക്ക് ഇത്ര പെർസെൻറ്റേജ് കണ്ടൽക്കാടുകൾ വേണമെന്നുണ്ട്. അപ്പം അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് മൗണ്ടൻ എക്കോസിസ്റ്റം. ആനമുടി പീക്ക് ആൻഡ് അഗസ്ത്യാർകൂടം ആർ എക്സാമ്പിൾസ് ഓഫ് മൗണ്ടൻ എക്കോസിസ്റ്റം ഇൻ കേരള. അപ്പൊ ഏതൊക്കെയാണ്? അഗസ്ത്യാർകൂടം, ആനമുടിയാണ്. അവിടെ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ആണ്. ഏതൊക്കെയാണ്? അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മൗണ്ടൻ എക്കോസിസ്റ്റം, ആനമുടി ആൻഡ് അഗസ്ത്യാർകൂടം. അപ്പോൾ ഇപ്പൊ നമ്മൾ പറഞ്ഞത് നമ്മളുടെ എക്കോസിസ്റ്റത്തിന്റെ എക്സാമ്പിൾസ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലാൻഡ്സ്കേപ്പ് എക്കോളജി. എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലാൻഡ്സ്കേപ്പ് എക്കോളജി. അതിന്റെ കോമ്പോസിഷൻ. നമ്മുടെ ഒരു ലാൻഡ്സ്കേപ്പ്, നമുക്ക് ഓരോരുത്തരും ഓരോ ലാൻഡ്സ്കേപ്പുകളുണ്ട്. പാടമാണെങ്കിൽ അതൊരു ലാൻഡ്സ്കേപ്പ്, മലയാണെങ്കിൽ അതൊരു ലാൻഡ്സ്കേപ്പ്, ഗ്രൗണ്ട് ആണെങ്കിൽ അല്ലെങ്കിൽ ചുമ്മാ കുറച്ച് സ്ഥലമാണെങ്കിൽ അതൊരു ലാൻഡ്സ്കേപ്പ്, ഫോറസ്റ്റ് ആണെങ്കിൽ അവിടെ വേറൊരു ലാൻഡ്സ്കേപ്പ്. അപ്പൊ അങ്ങനെ ഒരു ലാൻഡ്സ്കേപ്പുകളുണ്ട്. അപ്പൊ അതെന്താണെന്നാണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് പറഞ്ഞേക്കുന്നത്. അതിന്റെ കോമ്പോസിഷൻ. റെഫർ വാട്ട് ആൻഡ് ഹൗ മച്ച് ഇസ് പ്രസന്റ് ഇൻ ഈച്ച് ഹാബിറ്റാറ്റ് ഓർ ലാൻഡ് കവർ ടൈപ്പ്. ഏത് ലാൻഡ് കവർ ടൈപ്പ് ആണ്? ഞാൻ പറഞ്ഞു കുന്നാണോ മലയാണോ, അവിടെ ഏതാണ് അതിന്റെ ഹാബിറ്റാറ്റ്, എന്തിന്റെ ആവാസ വ്യവസ്ഥയാണ് അത്. കോമ്പോസിഷൻ റിഫ്ലക്ട് ദി ഡൈവേഴ്സിറ്റി ഓഫ് എലമെന്റ് വിത്ത് ലാൻഡ്സ്കേപ്പ് സച്ച് ആസ് ഫോറസ്റ്റ് ആണോ, വെറ്റ്ലാൻഡ് ആണോ, അർബൻ ഏരിയ ആണോ, അവിടെ എന്താണ് അബണ്ടൻസ് ആയിട്ട് കിട്ടുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് കോമ്പോസിഷനകത്ത് വരുന്നത്. അടുത്തത് കോൺഫിഗറേഷൻ. The spatial arrangement and organization of landscape elements such as patches and corridors. Configuration, how species move, interact and utilize resources with the landscape. ആ ലാൻഡ്സ്കേപ്പിൽ എങ്ങനെയാണ് ഈ പക്ഷികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്യുക, അല്ലെ അനിമൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്യുക, ഹ്യൂമൻസ് ഇന്ററാക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, അവിടെ ന്യൂട്രിയൻ സൈക്ലിംഗ് നടക്കുന്നുണ്ടോ, എക്കോളജിക്കൽ പ്രോസസ്സുകൾ, വാട്ടർ ഫ്ലോ എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കാനാണ് കോൺഫിഗറേഷൻ. അടുത്തത് കണക്ടിവിറ്റി. അതായത് രണ്ട് ലാൻഡ്സ്കേപ്പുകൾ തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ, ഇത് എവിടെയാണ് കണക്ട് ആവുന്നത്, ഒരു കുന്നും ഒരു സാധാ ഒരു താഴ്വാരവും തമ്മിൽ എങ്ങനെയാണ് കണക്ട് ആവുന്നത്, അത് എങ്ങനെയാണത് കുന്ന് കുറഞ്ഞ് അല്ലെങ്കിൽ അത് എങ്ങനെയാണ് കണക്റ്റഡ് ആയിട്ട് കിടക്കുന്നത്, അതിന്റെ ഓരോന്നിന്റെയും ഫങ്ഷൻസ് എന്താണ്, പിന്നെ അതുപോലെ തന്നെ ലോ കണക്ടിവിറ്റി ഏരിയാസ് ഏതൊക്കെയാണ്. അപ്പൊ അവിടെ പീപ്പിൾ വളരെയധികം ഐസൊലേറ്റഡ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ എന്താണ് ഹ്യൂമൻ ആക്ടിവിറ്റീസ്, അഗ്രികൾച്ചർ, അർബനൈസേഷൻ, ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ കാരണം കൊണ്ട് നമ്മളുടെ ഈ കണക്ടിവിറ്റി കുറയുന്നുണ്ട് അല്ലെ. അടുത്തത് ഹെട്രോജിനിറ്റി. The diversity and variability of landscape elements central to the study of spatial patterns. Heterogeneous landscape support diverse ecology. അതായത് പല രീതിയിലുള്ള നമുക്ക് ടൈപ്പോഗ്രഫി ഉള്ളൊക്കെ ആണെങ്കിൽ നമുക്ക് പല സ്പീഷീസിനെ അവിടെ കാണാൻ പറ്റും. അപ്പൊ നമുക്ക് ഹെട്രോജീനിയസ് ആയിട്ട് അല്ലെങ്കിൽ പല ടൈപ്പുള്ള ലാൻഡ്സ്കേപ്പ് ആണെങ്കിൽ നമുക്ക് പല രീതിയിലുള്ള സ്പീഷീസ് അവിടെ അവൈലബിൾ ആയിരിക്കും, അവിടെ റിസോഴ്സുകൾ അവൈലബിൾ ആയിരിക്കും, പലതരത്തിലെ ഡിഫറെന്റ് സ്പീഷീസിന് അവിടെ എക്സിസ്റ്റ് ചെയ്യാനും അവന്റെ ഓപ്പർച്യൂണിറ്റീസ് കൂടുതലായിരിക്കും.
അടുത്ത ലാൻഡ്സ്കേപ്പ് എക്കോളജി എക്സ്പ്ലിസിറ്റ്ലി കൺസിഡർ സ്പേഷ്യൽ ഹെട്രോജിനിറ്റി ആൻഡ് ഇന്റഗ്രേറ്റ് പാറ്റേൺ അക്രോസ് സ്കെയിൽസ് എക്സാമിനിങ് ഹൗ ദീസ് ഇൻഫ്ലുവൻസ് എക്കോളജിക്കൽ ഡൈനാമിക്സ്. അപ്പൊ നമുക്ക് ഈ ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് അവിടെ ബയോഡൈവേഴ്സിറ്റി പോസിബിൾ ആവുക, എക്കോസിസ്റ്റം പോസിബിൾ ആവുക, ഹ്യൂമൻസ് എങ്ങനെയാണ് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുക, ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പോയിന്റ്സ് നമ്മൾ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. അടുത്തത് എക്സ്പ്ലെയിൻ ഗ്രീൻ ഇൻഫ്രാസ്ട്രക്ചർ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗ്രീൻ ഇൻഫ്രാസ്ട്രക്ചർ എന്താണ്? ഗ്രീൻ ഇൻഫ്രാസ്ട്രക്ചർ. ഗ്രീൻ ഇൻഫ്രാസ്ട്രക്ചർ ഇസ് എ ടേം യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ നെറ്റ്വർക്ക് ഓഫ് നാച്ചുറൽ സ്പേസ് ആൻഡ് കോറിഡോർസ് ഇൻ എ ഗിവൺ ഏരിയ. അതായത് നമ്മളുടെ ഇപ്പം ഒരു ചെറിയൊരു ഓഫീസ് സ്പേസ് ഉണ്ട്, അവിടെ നമുക്കൊരു ഗ്രീൻ ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുവരാം. എങ്ങനെയാണ്? നമ്മുടെ ആ കോർണറിൽ എന്തെങ്കിലും ഒരു ഫ്ലവർ വെക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെടികൾ, എന്തെങ്കിലും കുറച്ച് ചെടികൾ കൊണ്ടുവയ്ക്കുക, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഫ്ലാറ്റ് ഉണ്ട്, ഫ്ലാറ്റിന്റെ ഫ്രണ്ടിൽ നമ്മൾ കയറി വരുന്നിടത്ത് കുറച്ച് ചെടികൾ വെക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വാളിൽ ഫുൾ ഹാങ്ങിങ് ആയിട്ടുള്ള പ്ലാന്റ്സ് വെക്കുക. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് എന്താണ് നാച്ചുറൽ സ്പേസ്, നമുക്ക് ആ കോറിഡോറിലോ ഏതെങ്കിലും ഒരു ചെറിയ സ്പേസ് ആയാലും മതി, നമ്മൾ അവിടെ ഒരു ചെടി വെക്കുമ്പം അതൊരു ഗ്രീൻ ഇൻഫ്രാസ്ട്രക്ചർ ആയിട്ട് മാറും. ഗ്രീൻ ഇൻഫ്രാസ്ട്രക്ചർ അസറ്റ് ഇൻക്ലൂഡ് ഓപ്പൺ സ്പേസ് സച്ച് ആസ് പാർക്ക്, ഗാർഡൻ. അപ്പൊ ഗ്രീൻ ഇൻഫ്രാസ്ട്രക്ചറിനകത്ത് വരുന്നതാണ് പാർക്ക്, ഗാർഡൻ, അലോട്ട്മെന്റ്സ്, വുഡ്ലാൻഡ്, ഹെഡ്ജസ്, ലേക്ക്, പോൺസ്, പ്ലേയിങ് ഫീൽഡ്. ഇതെല്ലാം നമുക്ക് അവിടെയൊക്കെ എന്താക്കാം, ചെറിയ ചെറിയ ചെടികളൊക്കെ വെച്ച് നമുക്ക് ഗ്രീൻ ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഫുട്പാത്ത്, സൈക്കിൾ പോകാനുള്ള സൈക്കിൾ വേസ്, റിവർ സൈഡില്, ഇവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ ഒരു ഇത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇനി the asset provide the recreation and education habitat for wildlife, also provide environmental such as flood events, absorption of air pollution ഒക്കെ. അപ്പൊ നമുക്ക് ഇതുപോലെയുള്ള ചെടികളൊക്കെ കൊണ്ടുവയ്ക്കുമ്പം എന്താ സംഭവിക്കുക, എയർ പൊല്യൂഷന് കുറയ്ക്കാൻ പറ്റും, ഫ്ലഡ് വരുമ്പോൾ കുറയ്ക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരുപാട് നല്ല പിന്നെ നമുക്ക് കാണുമ്പോൾ നമുക്കൊരു മെന്റലി ഫിസിക്കലി നമുക്ക് നല്ലതായിരിക്കും. അപ്പൊ അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജ് ഇതിനകത്തുണ്ട്. അടുത്തത് ഗ്രീൻ ഇൻഫ്രാസ്ട്രക്ചർ ഇസ് എ നെറ്റ്വർക്ക് ഓഫ് മൾട്ടി ഫംഗ്ഷണൽ ഗ്രീൻ സ്പേസ് ആൻഡ് അതർ ഗ്രീൻ ഫീച്ചേഴ്സ് അർബൻ ആൻഡ് റൂറൽ ക്യാൻ ഡെലിവർ ക്വാളിറ്റി ഓഫ് ലൈഫ് ആൻഡ് എൻവയോൺമെന്റ് ബെനിഫിറ്റ്സ് ഓഫ് കമ്മ്യൂണിറ്റി. അപ്പൊ നമ്മളുടെ അർബൻ ആയിക്കോട്ടെ റൂറൽ ആയിക്കോട്ടെ എവിടെയാണെങ്കിലും നമ്മൾ ആ ഗ്രീൻ സ്പേസ് നമ്മൾ എന്ത് ചെയ്യുക, പ്ലാന്റ്സ് ഒക്കെ വെച്ച് റീപ്ലേസ് ചെയ്യുന്നതിനെയാണ് ഗ്രീൻ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ ഗ്രീൻ ഇൻഫ്രാസ്ട്രക്ചർ ഈസ് നോട്ട് സിംപ്ലി ഓൾട്ടർനേറ്റീവ് ഡിസ്ക്രിപ്ഷൻ ഓഫ് കൺവെൻഷണൽ ഓപ്പൺ സ്പേസ്. നമ്മൾ ചുമ്മാ വെറുതെ തുറസായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്ലാന്റ്സ് ഒക്കെ വെച്ച്, അല്ലെങ്കിൽ നമ്മൾ നടക്കുന്ന സ്ഥലങ്ങളിൽ, റിവർ സൈഡിൽ, നമ്മളുടെ ഇപ്പം ഓഫീസ് സ്പേസിൽ, നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ആ സ്കൂളുകളിൽ, അപ്പൊ അവിടെയൊക്കെ നമ്മളിങ്ങനെ മാറ്റിയെടുക്കുന്നതിനെയാണ് ഗ്രീൻ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ അത് എന്തൊക്കെയാണ്? സപ്പോർട്ട് പീപ്പിൾസ് മെന്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത്. നമ്മളുടെ മെന്റലിനും ഫിസിക്കൽ ഹെൽത്തിനും നല്ലതാണ്. നമുക്ക് അത് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല മനസ്സിനൊരു കുളിർമ കിട്ടുന്നു, സന്തോഷം കിട്ടുന്നു. പിന്നെ എൻകറേജ് ആക്റ്റീവ് ട്രാവൽ. നമുക്ക് നല്ല രീതിയിലും ട്രാവൽ ചെയ്യാൻ പറ്റും, നല്ല വൃത്തിയാക്കി ഒരു വാക്ക് വേ പോലെയൊക്കെ ആക്കി അതിന്റെ സൈഡ് ചെടികളൊക്കെ വെച്ച് നമുക്ക് നല്ല രീതിയിൽ ട്രാവൽ ചെയ്യാൻ പറ്റും. കൂൾ അർബൻ ഏരിയ ഡ്യൂറിങ് ഹീറ്റ് വേവ്സ്. അതായത് വളരെ ചൂട് കൂടുമ്പം ഈ ചെടികളൊക്കെ നിൽക്കുന്നത് കൊണ്ട് വളരെയധികം ചൂട് കുറയ്ക്കാൻ സഹായിക്കുന്നു. അട്രാക്ട് ഇൻവെസ്റ്റ്മെന്റ്. ഇപ്പൊ ഈ റിവർ സൈഡ് ഒക്കെ കാണുന്ന ഫ്ലാറ്റുകളൊക്കെ ആണെങ്കിൽ ആൾക്കാർക്ക് വളരെയധികം ഇഷ്ടമാണ് അല്ലെ വാങ്ങിക്കാനൊക്കെ. അപ്പം റിവർ വ്യൂ ഉള്ളത് എന്നൊക്കെ പറഞ്ഞ്, ലേക്ക് വ്യൂ ഉള്ള ഫ്ലാറ്റ് ആണെന്നൊക്കെ പറഞ്ഞ് അഡ്വർടൈസ്മെന്റ് കാണാറുണ്ട്. അപ്പൊ അത് ഇൻവെസ്റ്റ്മെന്റ് കൂട്ടുന്നു. റെഡ്യൂസ് വാട്ടർ റൺ ഓഫ് ഡ്യൂറിങ് ഫ്ലാഷ് ഫ്ലഡ്. ഫ്ലഡിങ് ഒക്കെ പെട്ടെന്ന് വരുമ്പം ചെടികളൊക്കെ നിൽക്കുന്നത് കൊണ്ട് അത്രയും ഫ്ലഡ് വെള്ളം അകത്തേക്ക് വരാതിരിക്കാൻ സഹായിക്കുന്നു. കാർബൺ സ്റ്റോറേജ് അല്ലെ, കാർബൺ ഒരുപാട് എമിറ്റ് ചെയ്യുന്നതൊക്കെ അബ്സോർബ് ചെയ്യാനായിട്ട് ഈ പ്ലാന്റ്സിന് പറ്റുന്നു. പിന്നെ പ്രൊവൈഡ് സസ്റ്റൈനബിൾ ഡ്രെയിനേജ്, കറക്റ്റ് ആയിട്ടുള്ള ഡ്രെയിനേജ് പ്രൊവൈഡ് ചെയ്യാനൊക്കെ ഇതുമൂലം സഹായിക്കുന്നു. ഇത്രയൊക്കെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. അടുത്തത് ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ്സിലുണ്ട്, അപ്പൊ അതും കൂടെ റെഫർ ചെയ്തിട്ട് വേണം ഇത് എഴുതാനായിട്ട്. എക്സ്പ്ലെയിൻ പ്രിൻസിപ്പിൾസ് ഓഫ് സസ്റ്റൈനബിൾ അർബൻ ഡെവലപ്മെന്റ്. എന്തൊക്കെയാണ് സസ്റ്റൈനബിൾ അർബൻ ഡെവലപ്മെന്റ് പ്രിൻസിപ്പിൾസ്? So, foundational concept of sustainable urban development. Sustainable urban development hinges on several core principles designed to minimize environmental impact while enhancing resource efficiency and promoting social inclusivity. These principles are critical in guiding cities towards more sustainable future by integrating environmental, economical and social objective. അതായത് നമ്മൾ അർബൻ ഡെവലപ്മെന്റ് ചെയ്യുമ്പോൾ നമ്മൾ സോഷ്യലി, എക്കണോമിക്കലി, എൻവയോൺമെന്റലി അത് സേഫ് ആണോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടി. ഫോർ എക്സാമ്പിൾ, ഒരു അർബനൈസേഷൻ കൊണ്ടുവരാൻ നമ്മൾ ഇപ്പോൾ ഒരു സ്ഥലം നമ്മൾ പാടമായിരുന്നു അത് നികത്തി നമ്മൾ ചെയ്താൽ അത് എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആണോ? അല്ല. നമ്മൾ സോഷ്യലി റെലവെന്റ് ആണോ? അല്ല. അപ്പോൾ നമ്മൾ അതൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് അർബൻ ഡെവലപ്മെന്റ് കൊണ്ടുവരാനായിട്ട്. സോ എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ ഡെവലപ്മെന്റ് ആൻഡ് ഡിസൈൻ ഓഫ് അർബൻ സ്പേസ് ദാറ്റ് ഹാവ് മിനിമൽ നെഗറ്റീവ് ഇമ്പാക്ട്സ് ഓൺ എൻവയോൺമെന്റ്. എൻവയോൺമെന്റ് ഇമ്പാക്റ്റുകൾ കുറയ്ക്കണം, ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ കുറയ്ക്കാൻ പറ്റണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആണെന്ന് പറയാനായിട്ട് സാധിക്കുള്ളൂ.
അടുത്തതാണ് റിസോഴ്സ് എഫിഷ്യൻസി. Efficient use of resources paramount in sustainable urban planning, involve use of renewable energy. അതായത് നമ്മൾ കൂടുതലായിട്ടും നോൺ റിന്യൂവബിൾ, അതായത് ഫോസിൽ ഫ്യൂവലുകളൊന്നും കത്തിക്കാതെ, പെട്രോൾ ഡീസൽ ഒന്നും കത്തിക്കാതെ നമ്മൾ സോളാർ, വിൻഡ് അങ്ങനത്തെ ഉള്ള എനർജീസ് കൂടുതലായിട്ട് യൂസ് ചെയ്താൽ നമുക്ക് എന്താണ് നല്ല റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ് അങ്ങനെയുള്ള ജലസംഭരണികളൊക്കെ കൊണ്ടുവരുന്നതോടുകൂടി നമുക്ക് എൻവയോൺമെന്റിനെ കറക്റ്റായിട്ട് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു. നെക്സ്റ്റ്, സോഷ്യൽ ഇൻക്ലൂസിവിറ്റി. എ സസ്റ്റൈനബിൾ സിറ്റി മസ്റ്റ് ഓൾസോ എൻഷുർ ദാറ്റ് ഇറ്റ് മീറ്റ് ദ നീഡ് ഓഫ് പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ റെസിഡന്റ്. അതായത് നമ്മളുടെ ഒരു എൻവയോൺമെന്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ള അവകാശമുള്ളതാണ്. സോ നമ്മൾ അതിന്റെ സർവീസുകൾ, അഫോർഡബിൾ ഹൗസിങ്, പബ്ലിക് സ്പേസുകൾ അതൊക്കെ എല്ലാവർക്കും യൂസ് ചെയ്യാനാണ്. അപ്പൊ നമ്മൾ എല്ലാവരെയും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ അർബൻ ഡെവലപ്മെന്റ് കൊണ്ടുവരാനായിട്ട്. ഓക്കെ, അപ്പൊ എല്ലാവരെയും കൺസിഡർ ചെയ്താൽ മാത്രമേ നമുക്കത് പോസിബിൾ ആക്കാൻ സാധിക്കുള്ളൂ. ഇനി അടുത്തത്, പ്രൈമറി ഗോൾ ഓഫ് സസ്റ്റൈനബിൾ അർബൻ പ്ലാനിങ് ഇൻക്ലൂഡ്. അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ ഗോള്? മിനിമൈസിങ് എൻവയോൺമെന്റൽ പൊല്യൂഷൻ ആൻഡ് റെഡ്യൂസിങ് ഗ്രീൻ ഹൗസ് ഗ്യാസ്. അതായത് പൊല്യൂഷൻ വളരെയധികം കുറയ്ക്കുക, അതുപോലെ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ കുറയ്ക്കുക. എൻഹാൻസിങ് എനർജി എഫിഷ്യൻസി ആൻഡ് പ്രൊമോട്ടിങ് യൂസ് ഓഫ് റിന്യൂവബിൾ എനർജി. റിന്യൂവബിൾ എനർജിയുടെ യൂസ് കൂട്ടുക, നോൺ റിന്യൂവബിൾ എനർജിയുടെ ഇത് കുറയ്ക്കുക. അതായത് റിന്യൂ ചെയ്ത് വീണ്ടും കിട്ടുന്ന സോളാർ എനർജി, വിൻഡ് എനർജി, ജിയോ തെർമല്, ബയോമാസ് അങ്ങനത്തെ ഉള്ള എനർജീസ് ഒക്കെ കൂട്ടിയിട്ട് നമ്മൾ നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള പെട്രോൾ, ഡീസൽ അതൊക്കെ കുറയ്ക്കുക. അപ്പൊ അതൊക്കെ കത്തിക്കുമ്പോഴാണ് ഈ കാർബൺ ഒക്കെ കൂടി നമുക്ക് ഈ ഗ്ലോബൽ വാർമിംഗ് ഒക്കെ ഉണ്ടാവുന്നത്. സോ അടുത്തത്, എൻകറേജിങ് സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ട് ഓപ്ഷൻ. നമ്മൾ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് ഓപ്ഷൻസ്, ഈ മൊബിലിറ്റി, അതായത് ഇലക്ട്രിക് വെഹിക്കിൾസ് ഒക്കെ യൂസ് ചെയ്യാം, പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുക, അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ കണ്ടുപിടിക്കാം. ഇംപ്രൂവിങ് അർബൻ റെസിലൻസ് ടു ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. അതായത് നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചും നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഒന്നും പെട്ടെന്ന് അഫക്ട് ചെയ്യാത്ത രീതിയിൽ കൺസ്ട്രക്ഷൻസ് ഒക്കെ നടത്തുക. എൻഷുറിങ് ഇക്വിറ്റബിൾ ആക്സസ് ടു റിസോഴ്സ് സർവീസ് ആൻഡ് പബ്ലിക് സ്പേസ് ഫോർ ഓൾ സിറ്റിസൺസ്. എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ സർവീസ് കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മളത് ഡെവലപ്പ് ചെയ്യേണ്ടത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ സസ്റ്റൈനബിൾ അർബൻ പ്ലാനിങ്ങിന്റെ ഗോൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് വരാൻ സാധ്യതയുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ എക്കണോമിക്, സോഷ്യൽ ആൻഡ് എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി. അപ്പൊ നമ്മൾ സോഷ്യലി, എക്കണോമിക്കൽ ആൻഡ് എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി എന്താണ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്നൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അപ്പൊ അതാണ് ചോദിച്ചേക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സസ്റ്റൈനബിൾ അർബൻ പ്ലാനിങ്. സസ്റ്റൈനബിൾ അർബൻ പ്ലാനിങ്ങിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഉള്ളത്? അടുത്തത്, എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ കീ ഫിലോസഫിക്കൽ തിയറീസ്. ആന്ത്രോപോസെൻട്രിസം നമ്മളിവിടെ പറഞ്ഞായിരുന്നു, ബയോസെൻട്രിസം ഉണ്ട്, എക്കോസെൻട്രിസം ഉണ്ട്. അതിന്റെ കീ ഫിലോസഫിക്കൽ തിയറീസ് ഏതൊക്കെയാണ്? ഇനി എക്സ്പ്ലെയിൻ വേരിയസ് എക്കോസിസ്റ്റം ഇൻ കേരള ഓർ ഇന്ത്യ. കേരളത്തിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, ഇന്ത്യയിൽ ഏതൊക്കെ തരത്തിലുള്ള എക്കോസിസ്റ്റംസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെയാണ് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മൊഡ്യൂൾ 2 നമുക്ക് ഷുവർ ആയിട്ട് വരാൻ സാധ്യതയുള്ള കുറച്ച് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസും എസ്സേ ക്വസ്റ്റ്യൻസും ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പം നിങ്ങൾ എന്ത് ആൻസർ ചെയ്യുമ്പോൾ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അതിന്റെ ഡെഫിനേഷൻ ആദ്യം എഴുതുക, പിന്നെ അത് എന്താണ് അല്ലെങ്കിൽ അതിന്റെ പ്രോസസ്സ് എന്താണ്, അതിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും കൂടെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ അതിന്റെ ഫാക്ടേഴ്സ് ആണെങ്കിൽ അതിന്റെ ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുക. With this, I am concluding the session. Thank you. Keep watching once.